കാസർഗോഡ് ദേലമ്പാടി പഞ്ചായത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരുമിച്ച് മുദ്രാവാക്യമുയർത്തി UDF BJP സഖ്യം. ദേലമ്പാടി പഞ്ചായത്തിലെ അടൂർ 13-ാം വാർഡിൽ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി രത്തൻകുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് സംഭവം. രത്തൻകുമാറിന് അഭിവാദ്യം അർപ്പിച്ച് ഒരേ സമയം UDFും BJPയും മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു. വിവരങ്ങളുമായി സിജു കണ്ണൻ കൂടി ചേരുന്നുണ്ട്. സിജു, അടൂർ 13-ാം വാർഡിലാണ് സംഭവം. മത്സരിച്ചതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ഈ രത്തൻകുമാർ. ഇപ്പോഴിതാ രത്തൻകുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് BJPയും UDFും ഒരുപോലെ മുദ്രാവാക്യം മുഴക്കുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലം മുതലേ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള അന്തർധാരകളൊക്കെ സജീവമായിരുന്നു UDFിന്റെയും BJPയും ഒക്കെ. അതിതാ വീണ്ടും ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരുമിച്ചുള്ള മുദ്രാവാക്യം. വിവരങ്ങൾ എങ്ങനെ? ശ്രീനിധി, കാസർഗോഡ് ദേലമ്പാടി പഞ്ചായത്ത് കർണാടക അതിർത്തിയോട് ചേർന്ന പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ കോലീബി സഖ്യമുണ്ടെന്ന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വലിയ ആക്ഷേപമുയർന്ന പഞ്ചായത്താണ്. തെരഞ്ഞെടുപ്പിൽ അടൂർ 13-ാം വാർഡിൽ മത്സരിച്ച് ജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി രത്തൻകുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഈ കോലീബി സഖ്യം പരസ്യമായി പുറത്തു വന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രത്തൻകുമാറിന് അഭിവാദ്യം അർപ്പിച്ച് UDFും BJPയും NDAയും ഒരുമിച്ച് മുദ്രാവാക്യം മുഴക്കുന്ന കാഴ്ചയാണ് കണ്ടത്. UDFും NDAയും ഈ 13-ാം വാർഡിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല എന്ന കാര്യം കൂടി വളരെ പ്രസക്തമാണ്. നേരത്തെ നോമിനേഷൻ നൽകുന്ന സമയത്ത് UDFിനും NDAയ്ക്കും ഈ 13-ാം വാർഡിൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. രത്തൻകുമാർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. CPIMനും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. എന്നാൽ LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി രത്തനെ പിന്തുണച്ചുകൊണ്ട് കോലീബി സഖ്യം രംഗത്ത് വരികയായിരുന്നു. NDA സ്ഥാനാർത്ഥിയെ ആ സമയത്ത് പിൻവലിച്ചു. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയും പിൻവലിച്ചു. അങ്ങനെ രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് LDFിന് വേണ്ടി CPMന്റെ സ്ഥാനാർത്ഥിയും മറ്റൊന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഈ രത്തൻകുമാറുമാണ് മത്സരിച്ചത്. നേരത്തെ 1.5 വർഷം മുമ്പ് CPIMൽ നിന്ന് സംഘടനാ നടപടി നേരിട്ടയാളാണ് രത്തൻകുമാർ. CPMൽ നിന്ന് പുറത്താക്കിയ ആളാണ്. CPMൽ നിന്ന് പുറത്താക്കിയ രത്തൻകുമാർ മത്സരിക്കുമ്പോൾ LDFിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ പിന്തുണ കോലീബി സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് നൽകുകയായിരുന്നു. ആ കോലീബി സഖ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലും കോലീബി സഖ്യം പരസ്യമായി രംഗത്ത് വരികയാണ്. നിലവിൽ ദേലമ്പാടി പഞ്ചായത്തിൽ UDFിന് 4-ഉം LDFിന് 5 അംഗങ്ങളും NDAക്ക് 5 അംഗങ്ങളും 3 സ്വതന്ത്രമാണ് വിജയിച്ചിട്ടുള്ളത്. ശ്രീനിധി, തീർച്ചയായും സിജു പറഞ്ഞതുപോലെ തന്നെ ഒരു കോലീബി സഖ്യത്തിന്റെ മുദ്രാവാക്യം മുഴക്കൽ തന്നെയായിരുന്നു അവിടെ നമ്മൾ കണ്ടത്. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.